നമസ്തേ. നമസ്തേ സാറേ, വെൽക്കം ബാക്ക്. നമ്മളുടെ സെക്കൻഡ് സെഷൻ. ഫസ്റ്റ് സെഷന് എനിക്ക് തോന്നുന്നു നല്ലൊരു റിസപ്ഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. വെൽ റിസീവ്ഡ് എന്ന് വേണേൽ പറയാം. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്ത് ഇത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുകയും വാട്സാപ്പിൽ ഇത് മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യുക ഒക്കെ ചെയ്യുകയുണ്ടായി. സാറ് എനിക്ക് തോന്നുന്നു ഒരുപാട് ഹിറ്റായെന്ന് തോന്നുന്നു സാറിന്റെ ആ ഒരു നമ്മളൊരു എല്ലാവരെയും എന്റെ നന്ദി അറിയിക്കുക. ഓക്കെ. അപ്പോ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ കൂടെ മെസ്സേജ് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സാറിനെ തിരിച്ചു വിളിക്കണം, തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, സാർ ഒരിക്കലും പോയിട്ടില്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് ടച്ചിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സാർ എപ്പോൾ വേണേലും പല പല സബ്ജക്റ്റുകളുമായിട്ട് തിരിച്ചു വരാം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോഴേ സാറേ, നമുക്കിന്ന് സാറിന് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, നമ്മൾ ഫസ്റ്റ് സെഷൻ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് യോഗ ചിത്തവൃത്തി നിരോധ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നമ്മൾ വേറെ വിഷയങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തിൽ അതിനെപ്പറ്റി ഒന്ന് വ്യക്തത കൊടുക്കുന്നത് വളരെ ഉചിതമാണെന്ന് തോന്നുന്നു. എന്തു പറയുന്നു സാർ? ശരി, നമുക്ക് ആവുന്നിടത്തോളം ശ്രമിച്ചു നോക്കാം. ശരി, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു പോകും. പതഞ്ജലി യോഗ സൂത്രമാണ് യോഗയുടെ ആധികാരിക ഗ്രന്ഥം. പതഞ്ജലി എഴുതിയ പതഞ്ജലി യോഗ സൂത്രം. അതിന് വിവേകാനന്ദൻ തന്നെ ഒരു അവതാരിക എഴുതി രാജയോഗം എന്ന പേരില് ശ്രീരാമകൃഷ്ണ മഠക്കാര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവര് പബ്ലിഷ് ചെയ്തിട്ടുള്ള രാജയോഗം പതഞ്ജലി യോഗ സൂത്രമാണ്. അതിന് അർത്ഥവും മറ്റും കൽപ്പിച്ചിരിക്കുന്നത് വിവേകാനന്ദൻ തന്നെയാണ്. പിന്നെ അത്രത്തോളം മഹത്തരമായ ഒരു കൃതിയാണ് പതഞ്ജല യോഗസൂത്രം. അപ്പൊ ഇത് നമ്മളുടെ ഇന്ന് യോഗ മിക്കവാറും എല്ലാവരും അനുഷ്ഠിക്കുന്ന ഒരു കാര്യമാണ് യോഗ. ഈ യോഗ ചെയ്യുന്നവരൊക്കെ ഈ ആധികാരിക ഗ്രന്ഥം എഴുതിയ പതഞ്ജല മഹർഷിയുടെ ഗ്രന്ഥത്തിലെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് എന്ന് പലരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നാറുണ്ട്. അതങ്ങനെ തോന്നാൻ കാരണം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് അവർക്കറിയില്ല അറിയുന്നത് കൊണ്ടാണ്. ഒരു യോഗയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ അറിയാം ഇതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഒരു യോഗി. എന്നാൽ ഒരു യോഗിയോട് ചോദിച്ചാൽ ഇതൊന്നും അറിയണമെന്നില്ല, പലരും അറിയണമെന്നില്ല, അല്ലെ അവര് ഗുരു പറഞ്ഞു കൊടുക്കണമെന്നില്ല. എന്തായാലും നമ്മളിപ്പോ ഈ പതഞ്ജലി യോഗ സൂത്രത്തെ പറ്റി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് തന്നെയാണ് ആധികാരിക ഗ്രന്ഥം. അപ്പോ അന്ന് നമ്മൾ പറഞ്ഞു പതഞ്ജലി യോഗ സൂത്രത്തിലെ യോഗയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ചിത്തവൃത്തി നിരോധമാണ് യോഗ. ചിത്തവൃത്തികളെ നിരോധിക്കുക. അപ്പൊ സാധാരണ എല്ലാവരും ചിത്തവൃത്തി നിരോധം എന്ന് പറയുമ്പോൾ ചിത്തത്തിന്റെ വൃത്തികൾ എന്ന് പറയുന്നത് കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം, ഡംഭ, അഹങ്കാരാദികളെ നിരോധിച്ചാൽ യോഗയായില്ലേ എന്നാണ് യോഗികളും യോഗം ചെയ്യാത്തവരും എല്ലാം ധരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. അതിനെ അല്പവും കൂടെ ശകലം കൂടെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ചിത്തവൃത്തി നിരോധങ്ങൾ, എന്താണ് ചിത്തവൃത്തികൾ, എന്നിട്ട് വേണ്ടേ അതിനെ നിരോധിക്കാൻ. ഈ ചിത്തവൃത്തികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അല്പം കൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചിത്തവൃത്തികളെ പറ്റി ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് പ്രമാണ വിപര്യ വികൽപ്പ നിദ്രാ സ്മൃതേഹ ചിത്തവൃത്തി. പ്രമാണം, വിപര്യം, വികൽപ്പം, നിദ്ര, സ്മൃതി, ഈ 5 കൂട്ടമാണ് ചിത്തവൃത്തികൾ. ചിത്തത്തിന്റെ വൃത്തികളെന്ന് ആചാര്യൻ ഉദ്ദേശിച്ചത് ഈ 5 കൂട്ടങ്ങളെ ചേർത്താണ്. അപ്പൊ അതിലെ പ്രമാണം എന്താണ്? 5 പറഞ്ഞു. പ്രമാണം, വിപര്യം, വികൽപ്പം, നിദ്ര, സ്മൃതയ, ഈ 5 പറഞ്ഞു. അതിലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്ത് നോക്കാം. പ്രമാണം എന്താണ്? പ്രമാണം എന്ന് വെച്ചാൽ ഡോക്യുമെന്റ്സ് എന്ന അർത്ഥത്തിലല്ല ആചാര്യൻ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യക്ഷ, അനുമാന, ആഗമാനി, പ്രമാണാനി. പ്രത്യക്ഷം, അനുമാനം, ആഗമം. എന്താണ് പ്രത്യക്ഷം? നമ്മുടെ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയുന്നതാണ് പ്രത്യക്ഷം. അപ്പൊ ഈ
ഇത് ഓരോന്ന് പറയുമ്പോഴും ആലോചിക്കേണ്ടത് ഇതൊക്കെ നിരോധിക്കേണ്ടതാണ്, അല്ലാതെ നമ്മൾ അതിലേക്ക് പോകേണ്ടതല്ല. ഇതൊക്കെ നമ്മൾ നിരോധിച്ചെങ്കിലേ ഒരു യോഗിയാകാൻ പറ്റുള്ളൂ. അപ്പൊ പ്രത്യക്ഷമായിട്ടുള്ള പ്രമാണവുമായി ബന്ധപ്പെട്ടവ നമ്മൾ നിരോധിക്കണം. പ്രമാണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ്? പ്രത്യക്ഷം ചെവി, കണ്ണ്, മൂക്ക്, വായ തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിച്ചറിയുന്നതാണ് പ്രത്യക്ഷം. അത് കഴിഞ്ഞ അനുമാനമാണ്. അനുമാനം എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു മിന്നലുണ്ടായി, മിന്നലിന് ശേഷം നമുക്കെല്ലാം അറിയാം ഇനി ഒരു ശബ്ദം ഉണ്ടാകും, ഇടിവെട്ടിയ ശബ്ദം. അത് ഒന്നുണ്ടായി മറ്റേതിനെ അനുമാനിച്ചറിയുന്നതാണ് അനുമാനം. അപ്പൊ നമുക്കൊരു ഒരു ഒരു ഒന്ന് കണ്ടിട്ട് മറ്റൊരു വസ്തുവിനെ നമ്മൾ അനുമാനിക്കുക. ഉദാഹരണം, നമ്മൾ ഒരു പുക കണ്ടു, എവിടെങ്കിലും തൊട്ടടുത്ത വീട്ടിൽ ഒരു പുക കണ്ടു. അപ്പൊ നമ്മൾ അനുമാനിക്കുന്നു ആ വീടിനകത്ത് തീ കത്തുന്നുണ്ട്, തീ എരിയുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് മറ്റൊന്നിനെ നമ്മൾ അനുമാനിക്കുന്നതിനാണ് അനുമാനം എന്ന് പറയുന്നത്. ഇതും നിരോധിക്കേണ്ടതാണ്. ഇതും ഒരു യോഗിയാകാൻ പോകുന്ന ആള് ഇങ്ങനെ ആലോചിച്ച് കുത്തിയെന്ന് ഒന്ന് കണ്ടിട്ട് അതിന്റെ ഒറിജിൻ എവിടാണ് എന്ന് ചിന്തിച്ചു പോയാൽ യഥാർത്ഥ യോഗയിലെത്തത്തില്ല. പിന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ആഗമമാണ്. ആഗമം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോ ഇതിന് കേൾക്കുന്നവർക്ക് പലർക്കും ശാസ്ത്രമാണ്, അതിനെപ്പറ്റി ശാസ്ത്രങ്ങളാണ്. ആഗമശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു യോഗയിലേക്ക് തിരിക്കുന്ന ആള് ഈ വേദവും വേദത്തിന്റെ അർത്ഥങ്ങളും ചിന്തിച്ചിരുന്ന് സമയം കളയരുത് എന്നാണ് ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. ശരിയാണത്. കാരണം അങ്ങനെ ആത്മീയ മാർഗത്തിലേക്ക് ഉള്ള ഒരു ടൂൾ മാത്രമാണ് അത്, ശരിക്കുള്ള ആത്മീയത അല്ല. അതെ. അപ്പോ അങ്ങനെ ആഗമാദി ശാസ്ത്രങ്ങളുടെ ചിന്തനവും അതിനെപ്പറ്റി പുനർചിന്തനവും ഒന്ന് ചിന്തിച്ച് അതിന്റെ പുറത്ത് വീണ്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ തീയെപ്പറ്റി ചിന്തിച്ചാൽ തീപ്പെട്ടി കൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് അതിനെപ്പറ്റി ചിന്തിച്ച് വേറൊന്നുമിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ചിന്തനയും പുനർചിന്തനയും നമ്മൾ ഒരു യോഗിയാണെങ്കിൽ ഒഴിവാക്കണം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പ്രമാണം അതോടെ കഴിയുകയാണ്. പിന്നെ വിപരീയമാണ് രണ്ടാമത്തെ. വിപരീയം എന്ന് പറഞ്ഞാല് ഇന്ദ്രിയഗ്രാഹ്യം നമ്മൾ പറഞ്ഞു. ആ ഗ്രാഹ്യം കിട്ടിയതിനെ നമ്മൾ ഗ്രഹിച്ചതിനെ മറ്റൊന്നായിട്ട് ആവശ്യമില്ലാത്ത മറ്റൊന്നായിട്ട് കൺവേർട്ട് ചെയ്ത് മനസ്സിലാക്കുക. യഥാർത്ഥമുള്ളതിനെ നമ്മൾ മനസ്സിലാക്കാതിരിക്കുക. ആത്മാവ് എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സാണ് ആത്മാവ്. അല്ലെങ്കിൽ കയർ, നമ്മളൊരു പോകുന്ന വഴിയിട്ട് കയറ് കണ്ടു, പെട്ടെന്ന് വെളിച്ചക്കുറവ് കൊണ്ടിട്ട് അതിനെ തെറ്റായി ധരിക്കുന്നു, പാമ്പായിട്ട് ധരിക്കുന്നു. ഇതൊക്കെ വിപരീതപ്പെടുന്നതാണ്. ഇങ്ങനെ തെറ്റായി ധരിക്കുന്നതെല്ലാം ഒരു യോഗി ഒഴിവാക്കണം. വിപരീയം ചില സിദ്ധികൾ, ചെറിയ ചെറിയ സിദ്ധികളൊക്കെ വെച്ചിട്ട് അവരുടേതായിട്ടുള്ള പേരിൽ ഒരു തിയറി ഉണ്ടാക്കുക. ചില പണ്ട് പോലെ ഇപ്പൊ 1500 years തൊട്ട് തന്നെ ഇത് തന്നെ തുടർന്നു പോകുന്നു. അവരുടെ പേരിൽ ആശ്രമങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു റിലീജിയൻ തന്നെ ഫോം ചെയ്യുക. യോഗ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ യോഗ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണം എന്ന് ഉദ്ദേശിച്ചത്. ഇതൊരു ഒരു മോശപ്പെട്ട രീതിയിലേക്ക് ഇത് എത്തിച്ചേരുന്നുണ്ട്. ചിലർക്ക് ഇതൊരു തൊഴിലിന്റെ ഭാഗമായിട്ടും മറ്റുമൊക്കെ ഉപയോഗിച്ച് മോശപ്പെടുത്തി അതിനെ ആകെ നാശമാക്കിയിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ ആദ്യത്തെ പ്രത്യക്ഷത്തെ പറ്റി പറഞ്ഞു, വിപരീയത്തെ പറ്റി പറഞ്ഞു. ഇനിയും പറയാനുള്ളത് വികല്പമാണ്. വികല്പം എന്ന് പറഞ്ഞാല് ഒരു വാക്ക് കേട്ടു, ആ വാക്ക് കേട്ടാൽ അതിന്റെ ആ വാക്ക് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ആകാശക്കൊട്ടാരം, ആകാശത്തിലൊരു കൊട്ടാരം. വാക്ക് കേട്ടാൽ മനോഹരമാണ്, ആകാശക്കൊട്ടാരം, ആകാശത്തിലൊരു കൊട്ടാരം. പക്ഷെ യഥാർത്ഥത്തിൽ ഇല്ല. ആകാശത്തിൽ കൊട്ടാരം വെക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് പറ്റുമെങ്കിലും അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇല്ലാത്ത കാര്യങ്ങൾ ഉദ്ദേശിച്ചു പറയുന്ന രീതി ഒരു യോഗി ഒഴിവാക്കണം. ഇങ്ങനെ വികല്പങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ച് പറയുന്ന രീതി, ഇതിപ്പോ യോഗി മാത്രമല്ല, ഒരു നല്ല ജീവിതം നയിക്കുന്ന ഒരു നല്ല മനുഷ്യനും
ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അടുത്തത് നിദ്രയാണ്. നിദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിദ്ര തന്നെ, ഉറങ്ങാൻ പോയി എന്ന് ഉദ്ദേശിക്കുന്ന നിദ്രയാണ്. എന്നാൽ യോഗയിലെ നിദ്ര എന്ന് പറയുന്നത് അതല്ല. അന്ധനായിട്ടിരിക്കുക, ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. നിദ്ര അവസ്ഥയിലാണ് അയാൾ ജാഗ്രതാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും ആളിനൊന്നും ഗ്രഹിക്കാനുള്ള കഴിവ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് യോഗ ചെയ്യുന്നതിനിടയിൽ നിദ്രയിലേക്ക് പോവുക, ഇതെല്ലാം യോഗയ്ക്ക് വിപരീതമാണ്. ഇതൊക്കെ ഈ ഉണ്ടാക്കുന്നതൊക്കെ ഈ ചിത്തവൃത്തികളെ ഒക്കെ നിരോധിക്കേണ്ടതാണ് ഒരു യോഗി പ്രാഥമികമായിട്ടും. അഞ്ചാമത്തത് സ്മൃതിയാണ്. സ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുന്ന അർത്ഥം തന്നെയാണ് സ്മൃതിക്കുള്ളത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റി വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ സുഖദായകം, കൂടുതലും നമ്മൾ സുഖദായകമായ കാര്യങ്ങളാണ് ഓർത്തോർത്ത് അതിൽ രസിക്കുന്നത്. അതിൽ ദുഃഖകാര്യമായ കാര്യങ്ങളും ഉണ്ടാകാം. രണ്ടും ഒരു യോഗിക്ക് നിഷേധമാണ്. സുഖസ്മൃതിയായാലും ദുഃഖസ്മൃതിയായാലും ഒരു യോഗിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയുമാണ് ചിത്തവൃത്തികൾ എന്ന് ഒരു വിധത്തിൽ പറഞ്ഞിട്ട്, ഇനിയും ഇതിൽ തന്നെ ചിലവ യോഗിക്ക് ഗുണകരമായിട്ടും വരാം. അപ്പൊ അതുകൊണ്ട് ആചാര്യൻ അതിനെ രണ്ടായിട്ട് വീണ്ടും തിരിക്കുന്നു, ക്ലിഷ്ടമെന്നും അക്ലിഷ്ടമെന്നും. ക്ലിഷ്ടം എന്ന് വെച്ചാൽ മോശമായത് എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നതാണ് ക്ലിഷ്ടം. അക്ലിഷ്ടം എന്ന് വെച്ചാൽ ഒരു യോഗിക്ക് ഗുണമായത്. ആ യോഗിക്ക് ഗുണമായത് ഏതൊക്കെ, ദോഷം ചെയ്യുന്ന ഏതൊക്കെ എന്നുള്ളത് ആണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലേശമാണ്. പഞ്ചക്ലേശങ്ങൾ എന്ന് പറയും. അവിദ്യ, അസ്മിത, രാഗ, ദ്വേഷ, അഭിനിവേശം, ഇങ്ങനെ 5 എണ്ണമാണ് പഞ്ചക്ലേശങ്ങൾ. അവിദ്യ, നിത്യമായിട്ടുള്ളതിന് ആത്മാവിനെ അനിത്യമെന്ന് പറയുക, അല്ലെങ്കിൽ ശരീരം അനിത്യമാണ്, നിത്യമല്ല, അതിനെ തിരിച്ചു നമ്മളാ പറയുക, അതെന്നും ഉള്ളതാണ്, അതിനുള്ള ആശ വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് അവിദ്യ. രണ്ടാമത്തെ അസ്മിത. അസ്മിത എന്ന ശരീര മനസ്സുകളെ ഞാനെന്ന ഭാവം ഉൾക്കൊള്ളുന്നതാണ്. ഞാനെന്ന ഭാവത്തിൽ ഇരിക്കുക, ചില ഈഗോ പിടിച്ചിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതൊരു യോഗിക്ക് ചേർന്നതല്ല. അപ്പൊ ഇപ്പോഴത്തെ യോഗികളിലെല്ലാം ഈ അസ്മിതയിലാണ് എല്ലാവരും വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. പിന്നെ മൂന്നാമത്തെ രാഗമാണ്. രാഗം എന്ന് വെച്ചാല് അതിന്റെ വാക്ക് ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണ് സുഖ ആസക്തി. നമുക്ക് സുഖം കിട്ടിയ കാര്യങ്ങളെ പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതൊരിക്കലും ഒരു യോഗി ചെയ്യാൻ പാടില്ല. പിന്നെ ദ്വേഷമാണ്. ദുഃഖത്തെ വെറുക്കുക. സുഖത്തെ അനുകൂലിക്കുന്നതോടും കൂടെ തന്നെ ദുഃഖത്തെ വെറുക്കുകയും ചെയ്യാൻ പാടില്ല, ദ്വേഷം ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് രണ്ടും യോഗി ചെയ്യാൻ പാടില്ലാത്ത. ഒരു സാക്ഷിയായിട്ടിരിക്കണമെന്നാണോ സാറേ? സാക്ഷിയായിട്ടിരിക്കണം. പിന്നെ അഞ്ചാമത്തെ അഭിനിവേശം. അഭിനിവേശമാണ് ഇപ്പോ കൂടുതലായിട്ട് നമ്മൾ യോഗികൾ കണ്ടുവരുന്നത്. ശരീരത്തെ നിത്യമായി വെക്കാനുള്ള അഭ്യാസം, അല്ലെങ്കിൽ അതിനോടുള്ള ആഗ്രഹം ആണ്. ശരീരത്തെ നിത്യമായി വെക്കാനുള്ള ആഗ്രഹവും അഭിനിവേശവുമാണ് അഭിനിവേശം എന്ന് പറയുന്നത്. അതാണ് ഇന്ന് യോഗികൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഏറ്റവും ഞാനിപ്പോ പറയുമ്പോ ഏറ്റവും മേളിൽ അറിയപ്പെടുന്ന യോഗിയെ മുതൽ നമ്മൾ നാപ്പോട്ട് നോക്കാം. അവരെല്ലാം ഈ അഭിനിവേശത്തിൽ പെട്ട് കിടക്കുകയാണ്. ഒരു യോഗിക്ക് ഏറ്റവും ഒഴിവാക്കേണ്ട കാര്യമാണ് ഈ അഭിനിവേശം. ശരീരത്തെ നിലനിർത്തുക. പ്രപഞ്ചം നമുക്കൊരു സമയം തന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് യോഗ കൊണ്ടോ ഔഷധം കൊണ്ടോ ശരീരത്തെ നീട്ടി നിർത്താൻ ഉള്ള വിദ്യയാണ് അഭിനിവേശം. ഇത് ഇത്രയും ഒഴിവായാൽ ഒരു യോഗിയുടെ പ്രാഥമിക പാഠം, അല്ലെങ്കിൽ യോഗ പൂർണ്ണമായി. അതിനെ പ്രാക്ടിക്കലാക്കണം. ഈ പറഞ്ഞതിന് ഇത്രയും ഇത്രയാണ് ചിത്തവൃത്തികൾ. ഈ ചിത്തവൃത്തികളെ നിരോധിക്കണം. ചിത്തവൃത്തി നിരോധ യോഗ. അല്ലാതെ ഈ നമ്മൾ ഇന്ന് യോഗ ചെയ്യുന്ന പോലെ പ്രാണായാമങ്ങളൊന്നും ചെയ്യരുതെന്നല്ല. അതൊക്കെ ചെയ്യാം. ഇത് കഴിഞ്ഞാണ് അതെല്ലാം പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന്
ഇത്രയും പ്രാഥമികമായിട്ട് ആചാര്യൻ പറഞ്ഞ ശേഷം ആദ്യം ഒരു യോഗിയാകാൻ വേണ്ടിയുള്ള യോഗ്യത ഏതെല്ലാമെന്ന് ആചാര്യൻ പറഞ്ഞിട്ട് പിന്നെയാണ് യോഗയിലേക്ക് കടക്കുന്നത്. യോഗ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഈ അഷ്ടാംഗങ്ങളിലേക്ക് ആചാര്യൻ കടക്കുന്നത് പിന്നീടാണ്. അപ്പൊ ആദ്യം പറയുന്നത് സമാധി പദത്തിൽ ആദ്യം പറയുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞ ചിത്തവൃത്തികളെ പറ്റിയാണ്. ചിത്തത്തിന്റെ വൃത്തികൾ. ആ ചിത്തവൃത്തികളെ നിരോധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഒരാള് നല്ല യോഗിയാകാൻ അർഹനാകുന്നുള്ളൂ.